മെമ്മറി കാർഡ് വിഷയത്തിൽ രണ്ടാം ജഡ്ജിയും പിന്മാറുന്നു എന്ന പുതിയ വാർത്തകളാണ് എത്തുന്നത് കോടതിയിൽ നിന്നും. അതായത് ഈ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മെമ്മറി കാർഡുകൾ അതിൻ്റെ ഹാഷ് മൂല്യങ്ങൾ മാറിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ അന്വേഷിക്കുന്ന ജഡ്ജ് ആണ്. അത് ജസ്റ്റിസ് മാറുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്. ജഡ്ജിമാർ മാറുന്ന ഒരു സാഹചര്യം ഇപ്പോഴിതാ രണ്ടാമത്തെ ജഡ്ജിയും ഈ വിഷയത്തിൽ മാറുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കേസ് കേൾക്കുന്നതിൽ നിന്നും ജസ്റ്റിസ് കൗസർ ഇടവകാണ് പിന്മാറിയത്. ഇതിൻ്റെ വിവരങ്ങളുമായി ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഉമേഷ്, ഈ മെമ്മറി കാർഡ് വിഷയത്തിൽ രണ്ടാമതും ജഡ്ജി മാറുന്നു, എന്താണ് ഇപ്പോഴത്തെ കാരണം? വിശദാംശങ്ങൾ. അജിംഷാദ്, ഈ നടിയാക്രമിച്ച കേസിലെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു തെളിവാണ് മെമ്മറി കാർഡ്. ഈ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അനധികൃതമായി തുറന്നു പരിശോധിച്ചു എന്നുള്ളതാണ് ഈ പരാതിക്കാരിയായ നടിയുടെ ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനയും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നടി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ ഇതേ ആവശ്യം കോടതി തള്ളിയിരുന്നു. പക്ഷേ അതിൽ ഒരു പുനരന്വേഷണം, അതിൽ കൃത്യമായ ഒരു അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യന്റെ ബെഞ്ചാണ് ജോബിൻ സെബാസ്റ്റ്യൻ, അദ്ദേഹത്തിന്റെ ബെഞ്ച് മുമ്പാകെയാണ് ആദ്യം ഈ ഹർജി വന്നത്. പക്ഷെ അന്ന് അദ്ദേഹം പിന്മാറി. ഈ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് അദ്ദേഹം പിന്മാറി. ചില സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം അന്ന് പിന്മാറിയത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു ജഡ്ജിയുടെ പരിഗണനയ്ക്ക് വന്നത്. അത് ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത്. അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ 86ാമത്തെ ഇനമായിട്ടാണ് ഇപ്പോൾ ഈ കേസ് വന്നത്. പക്ഷെ അദ്ദേഹവും ഇതിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനൊരു കാരണം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം കാരണം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഈ പരാതിയിൽ പറയുന്ന, അതായത് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെയാണ് ഈ മെമ്മറി കാർഡ് അനധികൃതമായി തുറന്നു പരിശോധിച്ചത്. അപ്പോൾ ഈ ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് മുൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ആയിരുന്നു. അദ്ദേഹം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് അന്ന് ഈ മെമ്മറി കാർഡ് ഈ തുറന്നു പരിശോധിച്ചു എന്ന് പറയുന്ന ഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഈ കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കോടതി പ്രത്യേക കാരണമൊന്നും ചൂണ്ടിക്കാട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം രണ്ടാമത്തെ ജഡ്ജിയും പിന്മാറിയ സാഹചര്യത്തിൽ ഇനി മറ്റൊരു ബെഞ്ചായിരിക്കും അതിജീവിതയുടെ ഈ ഹർജി പരിഗണിക്കുക. തീർച്ചയായും കൗസർ ഇടപ്പകത്ത് രണ്ടാമത്തെ ജഡ്ജിയും മെമ്മറി കാർഡ് വിഷയവുമായി ബന്ധപ്പെട്ട കേസിൽ നിന്നും പിന്മാറുന്നു. ഇതിന്റെ വിവരങ്ങളാണ് ഉമേഷ് നൽകുന്നത്.